നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാല്യകൗമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങൾക്ക് തിരിതെളിഞ്ഞു. ഇനിയുള്ള 3 നാൾ കച്ചവട നഗരിയിലും ഗുരുഭവനപുരിയിലും ഉയരുക കലാമേളയുടെ ആരവങ്ങൾ. കുന്നംകുളം നഗരസഭ 10-ാം വാർഡ് പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. 3 പേർക്ക് സാരമായ പരിക്ക്. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരം നടത്തി. വ്യാപാരികളുടെ വേതനം 2 മാസമായി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സമരം നടത്തിയത്. പ്രതിഷേധക്കാർ വിവിധ സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും നടത്തി. കുന്നംകുളം പാറേമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് അപകടം. 2 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിശദമായ വാർത്തയിലേക്ക്. അരങ്ങുണർന്നു. ആദ്യം കലോത്സവ വിശേഷം. ബാല്യകൗമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇനിയുള്ള 3 നാൾ കച്ചവട നഗരിയിൽ കലാമേളത്തിന്റെ ആരവങ്ങളാണ് ഉയരുക. 12 വേദികളിലായി 260 ഇനങ്ങളിലായി 6000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേളയുടെ ഔപചാരിക ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. മനുഷ്യന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആ ചരിത്രത്തിലൊക്കെ മനുഷ്യനെ സംസ്കരിക്കാൻ കലയും സാഹിത്യവും ഒക്കെ ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത്ര ഒരു പരിപാടി മത്സരം ആരംഭിക്കാൻ നിൽക്കുകയാണല്ലോ. മനുഷ്യനെ സംസ്കരിക്കാൻ, മനുഷ്യ മനസ്സിൻ്റെ മലിനീകരണത്തിന് ഒഴിവാക്കാൻ നമ്മുടെ കൂടിച്ചേരലുകളും ഇത്തരം പരിപാടികൾ ഉപകരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ കലാപ്രകടനങ്ങളൊക്കെ ആ അർത്ഥത്തിൽ കൂടി കാണണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, കൗൺസിലർമാരായ ലബീബ് ഹസൻ, മിനി മോൺസി, PTA പ്രസിഡന്റുമാരായ P മണികണ്ഠൻ, ബിൻസി ഷിജോ, HM ഫോറം ഉപജില്ലാ കൺവീനർ ഡെന്നി ഡേവിസ്, നാദിറ MA, കുന്നംകുളം ഗേൾസ് ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ AB ശ്യാം, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകൻ സഞ്ജു തോമസിനെ ഉപഹാരം നൽകി ആദരിച്ചു. മേളയുടെ 2-ാം ദിനത്തിൽ നൃത്ത മത്സരങ്ങളാണ് വേദികളെ സജീവമാക്കിയത്. ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങളും കാണികളുടെ കയ്യടി നേടി. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത്. ഗേൾസ് സ്കൂളിന് പുറമെ ഗവൺമെന്റ് LP സ്കൂൾ, ടൗൺ ഹാൾ, CMS PG സ്കൂൾ, സ്നേഹാലയം, ഡെഫ് സ്കൂൾ എന്നിവിടങ്ങളിലും വേദികളുണ്ട്. ടൗൺ ഹാളിലാണ് ഭോജനശാല ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. ടീം CCTV. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം 2 ദിവസം പിന്നിടുമ്പോൾ പോയിന്റ് നിലയിൽ 216 പോയിന്റോടെ പന്നിത്തടം കോൺകോട് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിൽ. 212 പോയിന്റോടെ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടുപിന്നിൽ. 133 പോയിന്റോടെ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് 3-ാം സ്ഥാനത്തുള്ളത്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കേളികൊട്ടുയർന്നു. NK അക്ബർ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് AEO PM ജയശ്രീ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, പ്രധാന അധ്യാപിക ജൂലിയറ്റ് K അപ്പുകുട്ടൻ, അധ്യാപക കൂട്ടായ്മ കൺവീനർ KK ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 20 വേദികളിലായി 313 ഇനം മത്സരങ്ങളാണ് നടക്കുന്നത്. ഉപജില്ലയിലെ 107 സ്കൂളുകളിൽ നിന്നായി 6470 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്.
ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ 86 പോയിന്റുകളോടെ ചാവക്കാട് MRRM ഹൈസ്കൂൾ മുന്നിട്ട് നിൽക്കുന്നു. 85 പോയിന്റുമായി വട്ടംപാടം ICA സ്കൂളാണ് തൊട്ടുപുറകിലുള്ളത്. ആതിഥേയരായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 77 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. LP വിഭാഗത്തിൽ 23 ഇനങ്ങളിൽ 10 എണ്ണവും, UP വിഭാഗത്തിൽ 37 ഇനങ്ങളിൽ 9 എണ്ണവും, ഹൈസ്കൂൾ വിഭാഗത്തിൽ 88 ഇനങ്ങളിൽ 16 എണ്ണവും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 88 ഇനങ്ങളിൽ 13 എണ്ണവും പൂർത്തിയായി. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. ചാവക്കാട് ഉപജില്ലാ കലോത്സവ നഗരിയിൽ CCTV സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. കലോത്സവത്തിന്റെ പൂർണ്ണത ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാനായാണ് സ്റ്റുഡിയോ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രധാന വേദിക്ക് സമീപം ആരംഭിച്ച കലോത്സവ സ്റ്റുഡിയോ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, A. സായിനാഥൻ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ്, ന്യൂസ് ബ്യൂറോ ഇൻചാർജ് KC ജെയിംസ്, മാനേജർ സിൻഡോ ജോസ്, സ്കൈലൈൻ നെറ്റ്വർക്ക് ഉടമ PK ശശിധരൻ, ബ്യൂറോ റിപ്പോർട്ടർ KV സുബൈർ, ടെക്നീഷ്യന്മാരായ PK അരുൺ, പുഹാർ, അജയ് തുടങ്ങിയവർ സംബന്ധിച്ചു. സമാപനം വരെ CCTV ചാനൽ 50-ൽ കലോത്സവ കാഴ്ചകൾ തത്സമയം സംപ്രേഷണം ചെയ്യും. കുന്നംകുളം ഉപജില്ലാ കലോത്സവ വേദിയിൽ CCTV സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡിയോ സജ്ജമാക്കിയിട്ടുള്ളത്. കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മത്സരങ്ങളിൽ വിജയികളായവരെയും മികവ് പുലർത്തിയവരെയും പരിചയപ്പെടുന്നതിനുമായി സജ്ജമാക്കിയ സ്റ്റുഡിയോ കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. ഇനി വരുന്ന 3 ദിവസങ്ങളിലായിട്ട് ഉപജില്ലാ കലോത്സവങ്ങൾ വിവിധ സ്റ്റേജുകളിലായിട്ട് നടക്കാൻ പോവുകയാണ്. ആ മത്സരങ്ങളുടെ അതേ മികവോടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി CCTVയിലൂടെ സാധിക്കുകയാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ മത്സരങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ കാണുന്നതിനും അത് ആസ്വാദ്യകരമായി നമുക്ക് അറിയുന്നതിനും സാധിക്കുന്നു CCTV എന്നുള്ളതാണ്. എല്ലാ രീതിയിലും നല്ല രീതിയിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് CCTVയുടെ മീഡിയ റൂം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആശംസകൾ. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PK ഷബീർ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ T. സോമശേഖരൻ, കൗൺസിലർ ലബീബ് ഹസൻ, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഏതാണ്ട് 25 വർഷം, കാൽനൂറ്റാണ്ട് പിന്നിട്ട ഈ പ്രവർത്തനങ്ങൾ, ഈ ലൈവ് പരിപാടികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല. ഏതാണ്ട് 25 വർഷം പിന്നിട്ടു. തുടർന്നും ഈ ടെക്നോളജിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബ്രോഡ്ബാൻഡ് രംഗത്തൊക്കെ വലിയ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് CCTVയോട് ഇതുവരെ സഹകരിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമയത്ത്. ജനപ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി മേഖലയിലെ കലോത്സവങ്ങൾ, പ്രാദേശിക ഉത്സവങ്ങൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് CCTV നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്റ്റുഡിയോ സജ്ജമാക്കിയത്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പ്രശസ്ത ടെലിവിഷൻ താരവും മിമിക്രി കലാകാരനുമായ കലാഭവൻ ബാദുഷ അവതരിപ്പിച്ച മിമിക്രിയും അരങ്ങേറി. ടീം CCTV. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര NK അക്ബർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പങ്കാളികളായി. ബാൻഡ്, വാദ്യമേളങ്ങളും സ്കൗട്ടും ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. ഘോഷയാത്ര കലോത്സവ വേദിയായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ജനറൽ കൺവീനർ TM ലത, പബ്ലിസിറ്റി കൺവീനർ ഷാജി നിഴൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അവതാര പുലികളാകാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി CCTV. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് CCTV സ്റ്റുഡിയോയിൽ അവതാരകരായത്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാധ്യമ കലാരംഗങ്ങളിൽ നിരവധി പ്രതിഭകളെ വളർത്തിയെടുത്തിട്ടുള്ള CCTV അവതാരകരാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവസരമൊരുക്കി ഈ വർഷത്തെ കലോത്സവം പുതുമയുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ്. കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ മയൂഖ K. വിശ്വനാഥ്, സിയ ജോയ്, VS സൂര്യ, S. പ്രിയംവദ, ആർഷ S. വാര്യർ, ആൻമരിയ അനിൽ എന്നിവരാണ് അവതാരകരായത്. ഞങ്ങള് ശ്രേയ സിസ്റ്ററും ബിംബ്രാഫിൻ ടീച്ചറായിരുന്നു ഞങ്ങളുടെ കൂടെ ക്ലാസ് ഒക്കെ എത്തി. അവർ വന്നിരുന്നിട്ട് രണ്ടുപേരും പാടാൻ പറ്റുമോ? نسرك غير بكانا أينما فر أمانا غيرك من يواضينا. പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ലേ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി 4 പേര്
CCTV സീനിയർ സബ് എഡിറ്ററും ന്യൂസ് പ്രോഗ്രാം അവതാരകയുമായ രമ്യ സനിൽ വിദ്യാർത്ഥികൾക്ക് അവതരണ രീതിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. പുതുമയുള്ള അനുഭവമാണെന്ന് അവതാരകരായ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് CCTV ഒരുക്കുന്നതിൽ നന്ദി പറയാണ് ആദ്യം. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ രമ്യേച്ചി അതിന് ആവശ്യമുള്ള കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ അങ്ങനെ റിപ്പോർട്ടിങ്ങിന്റെ ഫീൽഡിലേക്ക് വരാൻ തന്നെ. അപ്പോൾ ആഗ്രഹം തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനാണ്. പക്ഷെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇത് അവസരം ഒരുക്കി തന്നതിൽ CCTVയോട് ആദ്യം താങ്ക്സ് പറയാണ്. അപ്പോൾ ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അവതാരകർക്ക് ഭാവുകങ്ങൾ നേർന്ന് കേരള വിഷൻ ടീഷർട്ടുകൾ സമ്മാനിച്ചു. ജനശ്രദ്ധ നേടിയ എന്റെ വിദ്യാലയം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ അനുബന്ധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന CCTV വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്ന പ്രോത്സാഹനത്തിന്റെ ഭാഗമായാണ് കലോത്സവത്തിൽ CCTV അവതാരകരാകാൻ അവസരം ഒരുക്കിയത്. ടീം CCTV. കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾക്ക് മാനസിക പിന്തുണയുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ. ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് സൗകര്യം ഉണ്ട്. സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്കിന്റെ സ്റ്റാൾ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ U മോനിഷ, കമ്മ്യൂണിറ്റി കൗൺസിലർ അഞ്ജന വർഗീസ്, കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ അമ്പിളി ഉണ്ണികൃഷ്ണൻ, മോളി ജോയ്, വൈസ് ചെയർപേഴ്സൺ ഷക്കീല ഇസ്മായിൽ, പ്രേരക് കോമളം കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ മാനസിക പിന്തുണയും വ്യക്തിഗത കൗൺസിലിംഗും കരിയർ ഗൈഡൻസും വിവിധ ബോധവൽക്കരണ ക്ലാസുകളും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് നൽകുന്നുണ്ട്. സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെതിരെ നിറഞ്ഞാടി കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുന്നംകുളം ഉപജില്ലാ കലോത്സവവേദിയിൽ ഇവർ അവതരിപ്പിച്ച സംഘനൃത്തം വസ്ത്ര അലങ്കാരത്താലും ശ്രദ്ധ നേടി. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെ ചോദ്യശരങ്ങൾ തൊടുത്ത് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തവേദിയിൽ ചുവടുകൾ വെച്ച കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നിറഞ്ഞ കയ്യടികളോടെ ഒന്നാം സ്ഥാനം നേടിയെടുത്തു. പുരോഗമന കാലഘട്ടമെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടി ഭർതൃഗൃഹങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നതിന്റെ നേർചിത്രങ്ങളാണ് സംഘനൃത്തത്തിൽ വേദിയിൽ ഇവർ അവതരിപ്പിച്ചത്. ഗാർഹിക പീഡനങ്ങളിൽ മനംനൊന്ത് ജീവനൊടുക്കാതെ ശക്തമായി പ്രതിരോധിക്കുവാൻ ആഹ്വാനം ചെയ്താണ് നൃത്തം അവസാനിപ്പിക്കുന്നത്. പ്രമേയം പോലെ പുതുമയുള്ളതായിരുന്നു മത്സരാർത്ഥികളുടെ വസ്ത്രധാരണവും. ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച നൃത്തത്തിന് പരമ്പരാഗത ക്രൈസ്തവ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഗാനവും ഭാവാഭിനയവും ചടുലമായ ചുവടുകളും സംഘനൃത്തത്തെ മികവുള്ളതാക്കി മാറ്റി. ടീം CCTV. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ മൂക അഭിനയത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. വയനാട് ദുരന്തമാണ് ഇത്തവണ മിക്ക സംഘങ്ങളും പ്രധാന വിഷയമായി തെരഞ്ഞെടുത്തത്. ദുരന്തകാലത്ത് കേരളക്കര അനുഭവിച്ച വിഷമതകളും നേരിട്ട തീരാ ദുരന്തവും ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ട രക്ഷാപ്രവർത്തനവും കുട്ടികൾ മികച്ച രീതിയിൽ വേദിയിൽ അവതരിപ്പിച്ചു. പലരുടെയും വിഷയം ഒന്നാണെങ്കിലും വേഷം കൊണ്ടും പ്രതിഭ കൊണ്ടും വിവിധ സംഘങ്ങൾ അരങ്ങിൽ അടയാളപ്പെടുത്തി. ലോകം ഭയത്തോടും വേദനയോടെയും നേരിടുന്ന യുദ്ധം, മതഭ്രാന്ത്, അക്രമങ്ങൾ, മന്ത്രവാദം പോലുള്ള അന്ധവിശ്വാസങ്ങളും മൂകാഭിനയത്തിന് പ്രമേയങ്ങളായി. ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് ഓരോരുത്തരും കാഴ്ചവെച്ചത്. മണത്തല ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
പരാതിയും പരിഭവങ്ങളുമില്ലാതെ ആയിരങ്ങളെ ഊട്ടി കലോത്സവ കലവറ. ചാവക്കാട് ഉപജില്ലാ കലാമേളയുടെ ഭോജനശാല ഏറെ സജീവമാണ്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മമ്മിയൂർ ദേവസ്വത്തിന്റെ കൈലാസം ഓഡിറ്റോറിയമാണ് കലവറയായത്. 3500ഓളം പേരാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. ഒരേ സമയം 250ഓളം പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. രാവിലെ 11 മണിയോടെ തുടങ്ങിയ ഭക്ഷണ വിതരണം ഉച്ചയ്ക്ക് 2:30 വരെ നീണ്ടു. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് കലവറ മികച്ചതാകാൻ കാരണമെന്ന് ഫുഡ് കമ്മിറ്റി കൺവീനർ പി സൂര്യ തേജസ്, ജോയിന്റ് കൺവീനർ കെ മനോജ് എന്നിവർ പറഞ്ഞു. നല്ല തിരക്കുന്നുണ്ട്. 3500ഓളം കുട്ടികളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു തിരക്കുണ്ടെങ്കിൽ വളരെ വിപുലമായ സംവിധാനങ്ങൾ NSS, NCC, SPC എല്ലാവരും ഇത് സഹായിച്ചുകൊണ്ട് മികച്ച രീതിയിൽ ഭക്ഷണം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. വലിയൊരു വിപുലമായ അധ്യാപകരും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയാണ് ഈ ഭക്ഷണപുരയെ മികവുറ്റതാക്കുന്നത് എന്നാണ് ഞങ്ങൾ. ആതിഥേയരായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാർക്ക് പുറമെ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാവക്കാട് MRRM ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വളണ്ടിയർമാരും ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി. കൂടാതെ PTA, മദർ PTA അംഗങ്ങളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. ടീം CCTV. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ശ്രദ്ധ ആകർഷിച്ച് കുട്ടിക്കച്ചവടക്കാർ. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൽദേവ്, ഗൗതം കൃഷ്ണ, ആദിദേവ്, 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവേശ്വർ എന്നിവരാണ് കലോത്സവ മുറ്റത്തെ കച്ചവടത്തിന് നേതൃത്വം നൽകിയത്. കടുത്ത വെയിലിൽ തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസമേകി തുച്ഛമായ വിലയിൽ സോഡാ സർബത്ത്, നാരങ്ങ വെള്ളം, മോരുവെള്ളം, സംഭാരം, ഉപ്പിലിട്ട അരിനെല്ലിക്ക, ലൂബിക്ക, വെറൈറ്റി ഐറ്റമായ ഗുണ്ട്, ഉപ്പ് സോഡ എന്നിവയായിരുന്നു ഐറ്റങ്ങൾ. സ്വന്തമായി നിർമ്മിച്ച മുത്തുകൾ കോർത്തുള്ള പൂക്കൊട്ടയും തൊപ്പിയും കമ്മലുകളും വളകളും കീച്ചെയിനുമെല്ലാം ആദിദേവിന്റെ കച്ചവടത്തിൽ ഇടം പിടിച്ചു. വളരെ ആത്മസംതൃപ്തിയുണ്ടെന്ന് കുട്ടി കച്ചവടക്കാർ പറഞ്ഞു. ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ലോക പ്രശസ്തനാവുകയും ആ ഫോട്ടോ പകർത്തിയതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ കഥ പറഞ്ഞ് 1ാം സ്ഥാനം നേടി ദിയ ബിനോയ്. കഥാപ്രസംഗ മത്സരത്തിലാണ് ദിയ ഒന്നാമതെത്തിയത്. എച്ചിരി കഴിച്ചും വയറ് നിറയ്ക്കുവാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. തീന്മേശകൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ജീവിതങ്ങൾ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയക്കാരോ കണ്ടെന്നു വരികയില്ല. എന്നാൽ ഈ ദൈന്യത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗ മത്സരത്തിലാണ് കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ദിയ പട്ടിണിയുടെയും മനുഷ്യത്വത്തിന്റെയും കഥ പറഞ്ഞ് 1ാം സ്ഥാനം നേടിയത്. വിശ്വപ്രസിദ്ധ ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടറുടെ കഥയാണ് ദിയ അവതരിപ്പിച്ചത്. കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോകപ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് വഴിനയിച്ചതും ഒരേയൊരു ഫോട്ടോയാണ്. ജീവൻ നിലനിർത്താൻ പൊരുതുന്ന സുഡാനി കുഞ്ഞും പട്ടിണിക്കോലമായ കുരുന്നിന്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന കഴുകനും. ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ചിത്രം പ്രതിപാദിച്ചത് വിശപ്പെന്ന യാഥാർത്ഥ്യത്തെയാണ്. ഈ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. പ്രശംസയേക്കാൾ വിമർശനമാണ് കെവിന് കേൾക്കേണ്ടി വന്നത്. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോയെടുത്തതിന്റെ കുറ്റബോധം വേട്ടയാടിയ കെവിൻ പിന്നീട് ആത്മഹത്യ ചെയ്തു. ഈ വിഷയമാണ് ദിയ അവതരിപ്പിച്ചത്. കെവിൻ കാർട്ടർ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ആളുടെ കഥയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആള് ആഫ്രിക്കയിലേക്ക് പോവായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ മേധാവി എന്നിട്ട് പറഞ്ഞു ആരെയും തൊടരുതെന്ന്, കാരണം അവരെല്ലാവരും രോഗബാധിതരാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാള് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കഴുകനെയും കുഞ്ഞും കണ്ടു. അതായത് കുഞ്ഞിനെ കഴുകൻ കൊത്തി വലിക്കാൻ പോവുക, അത് കണ്ടു. അപ്പൊ അയാൾ ഒന്നും ചെയ്യാതെ ഫോട്ടോ എടുക്കലേ മാത്രം ശ്രദ്ധിച്ചു, കുഞ്ഞിനെ രക്ഷിക്കാൻ പോയില്ല. ഇനി കഴുകനെ ആട്ടി ഓടിക്കുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചിരുന്നു. അപ്പോൾ ലോകം മൊത്തം അയാൾ തള്ളിപ്പറഞ്ഞു. പിന്നെ ആഫ്രിക്കയിലത്തെ പട്ടിണി ലോകമെമ്പാട് പറഞ്ഞത് ആളുടെ ചിത്രം കൊണ്ടായിരുന്നു. പിന്നണിയിൽ വാദ്യമേളങ്ങളില്ലാതെയാണ് ദിയ കഥാപ്രസംഗം അവതരിപ്പിച്ചത്. തെരഞ്ഞെടുത്ത വിഷയവും അവതരണ മികവുമാണ് ദിയയെ 1ാം സ്ഥാനത്തിന് അർഹയാക്കിയത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ കാട്ടാക്കമ്പാൽ പുലിക്കോട്ടിൽ ബിനോയ് ഷിബ ദമ്പതികളുടെ മകളാണ്.
ടീം CCTV. നിറഞ്ഞ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം സംഘഗാന മത്സരം. മലയാള നാടിന്റെ മനോഹാരിത വിളിച്ചോതുകയും മാനവികത നഷ്ടപ്പെട്ട യുവതയ്ക്ക് പഴയ തലമുറയുടെ സ്വഭാവരീതികൾ ഗാനത്തിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ സംഘഗാനം അവതരിപ്പിച്ചത്. നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു മത്സരം. വേദി 3 നടുമുറ്റത്ത് നടന്ന മത്സരത്തിൽ 48 ടീമുകൾ മാറ്റുരച്ചു. കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ നിറങ്ങൾ പിരിവിടത്തും പൂകാലം സ്വരം പോലെ ചിരിക്കും താരകം പോലെ തിളങ്ങും ഒന്ന് വരുമോ നിറങ്ങൾ പിരിവിടത്തും പൂകാലം. ചാവക്കാട് ഉപജില്ലാ കലോത്സവം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നതിനിടെ 9ാം ക്ലാസ്സുകാരന്റെ കരവിരുതിൽ നിർമ്മിച്ച വസ്തുക്കളുടെ വിൽപ്പനശാല വേറിട്ട കാഴ്ചയായി. കോട്ടപ്പടി കുളങ്ങര വീട്ടിൽ ആദിദേവാണ് താൻ നിർമ്മിച്ച വസ്തുക്കളുമായി കലോത്സവാങ്കണത്തിൽ വിൽപ്പന നടത്തുന്നത്. ആതിഥേയത്വം വഹിക്കുന്ന ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിദേവ്. സ്വന്തമായി നിർമ്മിച്ച കൈചെയിൻ, വള, മാല, കമ്മൽ, കീ ചെയിൻ, ഹെയർപിൻ, പാൻട്രസ്റ്റ് തുടങ്ങിയ മനോഹരമായ വസ്തുക്കളാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്കൂൾ കരകൗശലമേളയിൽ പങ്കെടുക്കുവാനായി ഇത്തരത്തിലുള്ള വസ്തുക്കൾ ആദിദേവ് മുൻപ് നിർമ്മിച്ചിരുന്നു. വിവിധ വർണ്ണത്തിലുള്ള പെബിൾസും നൂലും മറ്റും ഉപയോഗിച്ചാണ് മനോഹരമായ വസ്തുക്കൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്കൂളിലെ സോഷ്യൽ അധ്യാപിക ലീന ടീച്ചറുടെ പ്രോത്സാഹനമാണ് ഇത്തരത്തിൽ ആശയം ഉണർത്തിയത്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 2ാം ദിനം അറബി സാഹിത്യോത്സവത്തിൽ നിറഞ്ഞുനിന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ നേർക്കാഴ്ച. അഞ്ചു വേദികളിലായിരുന്നു അറബി സാഹിത്യോത്സവം നടത്തിയത്. LP, UP ഹയർ സെക്കൻഡറി സംഘഗാനം, UP ഹയർ സെക്കൻഡറി അറബി ഗാനം, LP ആംഗ്യപ്പാട്ട് എന്നിവ നടന്നു. വേദി 9 ജനറൽ വിഭാഗങ്ങളായ ഹയർ സെക്കൻഡറി അറബി ഉപന്യാസം, അറബി കഥാരചന, അറബിക് കവിതാരചന എന്നിവയും, വേദി 17 ജനറൽ വിഭാഗം LP, UP, HS, HSS എന്നിവയിലെ അറബി പദ്യം ചൊല്ലലും, വേദി 18 LP, UP ഹയർ സെക്കൻഡറി വിഭാഗം ഖുർആൻ പാരായണവും ഹൈസ്കൂൾ പദ്യം ചൊല്ലലുമാണ് നടത്തിയത്. 17 മത്സരങ്ങളിലായി 700ഓളം വിദ്യാർത്ഥികളാണ് അറബി സാഹിത്യോത്സവത്തിൽ മാറ്റുരച്ചത്. സാഹിത്യോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ കലോത്സവ വേദിയിലെ CCTV സ്റ്റുഡിയോയിലെത്തി അനുഭവം പങ്കുവച്ചു. ടീം CCTV. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ബാൻഡ് മത്സരത്തിൽ എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ 1ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കി. മികച്ച പരിശീലനവും അച്ചടക്കവും അധ്യാപകരുടെ പിന്തുണയുമാണ് വിദ്യാർത്ഥികളെ വിജയം നേടാൻ കരുത്തരാക്കിയതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി ഗുരുവായൂർ മേഖലയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച 2 കട അടച്ചുപൂട്ടി. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘത്തിനു കീഴിൽ ആനത്താവളത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ചായക്കടയും കോട്ടപ്പടി സെന്ററിലെ പാലയൂർ ബേക്കറി ആൻഡ് കൂൾബാർ എന്ന സ്ഥാപനവുമാണ് അടച്ചുപൂട്ടിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കാൻ സാധ്യതയുളവാക്കുന്ന രീതിയിലാണ് ചായക്കട പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് പറഞ്ഞു. ഭൂരിഭാഗം സാധനങ്ങളും കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ബേക്കറി പൂട്ടിയത്. മേഖലയിലെ നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയതും ഹാനികരവുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K അനിത, മനു GS തമ്പി, AH അസീബ്, KB ബിജിത, അനീഷ്മ ബാലൻ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ സമരം. റേഷൻ വ്യാപാരികളുടെ വേതനം 2 മാസമായി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സമരം നടത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധവും താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി. 1000 രൂപ ഉത്സവബത്ത നൽകാത്തതിലുള്ള പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമായാണ് റേഷൻ വ്യാപാരികളുടെ സമരം. വ്യാപാരികളുടെ സംഘടനകളായ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ, കേരള റേഷൻ ഡീലേഴ്സ് യൂണിയൻ CATU, കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ കൂലി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചത്.
കുന്നംകുളം നഗരസഭ 10-ാം വാർഡ് പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഫീൽഡ് നഗർ സ്വദേശികളായ റോയ്, സുമൻ രാജ്, ധർമ്മപാലൻ ഉൾപ്പെടെ 5 പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. കടന്നൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോയിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിലാണ് കൂറ്റൻ കടന്നൽ കൂടുള്ളത്. കാറ്റിൽ ഇളകിയതിനെ തുടർന്നാണ് ആക്രമണമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ റോഡിലൂടെ നടന്നുവരികയായിരുന്ന റോയിയെ കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ ഓടി വീട്ടിൽ കയറിയെങ്കിലും പുറകെ കൂട്ടമായെത്തിയ കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു. ഏരിയയിൽ വന്നിട്ട് കുറച്ച് പേർക്ക് കടന്നൽ കുത്തേറ്റിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഞാൻ സ്ഥലത്ത് സന്ദർശിക്കുകയും ഒരാൾക്ക് ഗുരുതരമായ അവസ്ഥയിൽ ആൾ ICUയിലുമാണ്. അപ്പോൾ സ്ഥലത്ത് ഒന്ന് സന്ദർശിച്ച് സംഗതി കണ്ടു. ഒന്ന് വൈകിട്ട് അത് റിമൂവ് ചെയ്യാന്നുള്ള ഇതിൽ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ കുന്നംകുളം കൗൺസിലർ ബീന രവി, സോമേട്ടൻ, അങ്ങനെ 1-2 പേര് നമ്മളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതൊന്ന് വൈകുന്നേരം ചൊവ്വാഴ്ച രാവിലെയാണ് ബാക്കിയുള്ളവരെ കടന്നൽ ആക്രമിച്ചത്. വാർഡ് കൗൺസിലർമാരായ ബീന രവി, സന്ദീപ് ചന്ദ്രൻ എന്നിവർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗവും പാമ്പ് സംരക്ഷകനുമായ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ന്യൂസ്, കുന്നംകുളം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ ചിറ്റാടെ രാമചന്ദ്രൻ മകൾ തങ്കമണി, ഓവാട്ട് പ്രേമൻ ഭാര്യ തങ്കമണി എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചേന്നങ്ങര ഉണ്ണികൃഷ്ണൻ ഭാര്യ ശർമിളയെ ഒളരി മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളായ TC മോഹനൻ, ശ്രീബിത ഷാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് കടന്നലിന്റെ കുത്തേറ്റ മൂവരെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. പരിക്കേറ്റ മറ്റു 4 പേരെ എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി. ബ്രഹ്മകുളം ചിറയത്ത് ജോസ്ഫീനയുടെ പറമ്പിൽ കൃഷിപ്പണി ചെയ്യുമ്പോഴാണ് കടന്നൽ ആക്രമണമുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ദീജ ദേവദാസ് എന്നിവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു. ചാവക്കാട് കോടതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംവാദ ശ്രദ്ധേയമായി. കേരള ഹൈക്കോടതി പദ്ധതിയാണ് സംവാദ. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായി 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കോടതികളുടെ പ്രവർത്തനത്തെയും നിയമബോധവൽക്കരണത്തിനു വേണ്ടി നടപ്പാക്കുന്ന ക്യാമ്പയിൻ ആം സംവാദ ചാവക്കാട് കോടതി സമുച്ചയത്തിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും സ്പെഷ്യൽ ജില്ലാ പോക്സോ ജഡ്ജിയുമായ അന്യ സ്ഥായിൽ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോകൻ തേർലി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മജിസ്ട്രേറ്റ് സാരിക സത്യൻ, മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, അഭിഭാഷകരായ അക്തർ അഹമ്മദ്, സിജു മുട്ടത്ത്, C സുഭാഷ് കുമാർ എന്നിവരും KB ഹരിദാസ്, വിനോദ് അകമ്പടി എന്നിവരും സംസാരിച്ചു. MR രാമൻ മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ സംവാദത്തിൽ പങ്കെടുത്തത്. താലൂക്കിലുള്ള മറ്റു സ്കൂൾ വിദ്യാർത്ഥികളെയും വരും ദിവസങ്ങളിൽ സംവാദത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് താലൂക്ക് ലീഗൽ സർവീസ് സെക്രട്ടറി വിനോദ് V നായർ, സംഘാടക സമിതി അംഗങ്ങളായ സുപ്രിയ, ഷെറീന എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കുന്നംകുളം പാറയമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് അപകടം. 2 അയ്യപ്പ ഭക്തർക്ക് നിസ്സാര പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30യോടെ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 20ഓളം അയ്യപ്പ ഭക്തർ ബസ്സിലുണ്ടായിരുന്നു. ഇവരിൽ 2 പേർക്ക് കാലിന് നിസ്സാരമായി പരിക്കേറ്റു. വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ റഫീഖ്, വിപിൻ, ഹരിക്കുട്ടൻ, സനൽ, അജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം എടുത്തുമാറ്റി. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കുന്നംകുളം താലൂക്കിലെ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ ധർണ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. O വേണുഗോപാൽ, MN മുരളീധരൻ, S നന്ദകുമാർ, ശശിധരൻ, ജോയ് CJ, C രാജഗോപാൽ, ഡീൻസ് തറയിൽ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ മണ്ണെടുക്കാനെത്തിയ ടോറസ് ലോറികൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചുപോയി. വീതി കുറഞ്ഞ വഴിയിലൂടെ ഭാരമേറിയ ലോറികൾക്ക് സഞ്ചരിക്കാൻ നിലവിലെ നിയമപ്രകാരം വിലക്കുണ്ട്. വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ച് പഞ്ചായത്ത് ബോർഡ് വെച്ചെങ്കിലും നിരോധനം മറികടന്ന് മുല്ലപ്പള്ളിക്കുന്നിലെത്തിയ യന്ത്രങ്ങൾ മണ്ണെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ഇത്തരത്തിൽ മണ്ണ് കൊണ്ടുപോകാനെത്തിയ ലോറികളാണ് നാട്ടുകാർ തടഞ്ഞത്. ജീവനക്കാരും നാട്ടുകാരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് എത്തി. കുന്നുകളിൽ ഖനനം നടത്താൻ പാരിസ്ഥിതിക അനുമതി വേണമെന്ന കോടതികളുടെ ഉത്തരവ് ലംഘിച്ചാണ് ഇവിടെ മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി ആരോപിച്ചു. മുൻകാലങ്ങളിൽ നടത്തിയ മണ്ണെടുപ്പിന്റെ ഫലമായി കുന്നിന്റെ വലിയൊരു ഭാഗം നശിച്ചിരുന്നു.
കോട്ടൽകുന്ന് അധികാരികളുടെ ഒത്താശയോടെ ഇടിച്ചു നിരത്തുകയാണെന്ന് SDPI ആരോപിച്ചു. SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി താഴ്ത്തേതിൽ സ്ഥലം സന്ദർശിച്ചു. കലാശപ്പോരിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണയെ പരാജയപ്പെടുത്തി മുൻ വർഷത്തെ ചാമ്പ്യന്മാരായ വളാഞ്ചേരി MES കോളേജ് ഇന്റർസോൺ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വളാഞ്ചേരി MES കോളേജ് കിരീടം നിലനിർത്തിയത്. ഇന്റർസോൺ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയ ശ്രീകൃഷ്ണ കോളേജ് സ്വന്തം കലാലയത്തിൽ നടന്ന പോരാട്ടത്തിൽ അത്യന്തം ആവേശത്തോടെയാണ് പൊരുതാനിറങ്ങിയത്. മികച്ച ഗ്രൗണ്ട് സപ്പോർട്ട് കൂടി അനുകൂലമായതോടെ ഒരു ഗോളിന് പിന്നിലായിരുന്നുവെങ്കിലും കളിമികവിലൂടെ ഗോൾ മടക്കി ശ്രീകൃഷ്ണ മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. എന്നാൽ നിമിഷങ്ങൾ പിന്നിടുമ്പോഴേക്കും പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്ത് വളാഞ്ചേരി MES കോളേജ് 2 ഗോളുകൾ കൂടി നേടി. ചാമ്പ്യൻ പട്ടത്തിന് പുതിയ അവകാശികൾക്ക് അവസരം കൊടുക്കാതെ കിരീടം നിലനിർത്തുകയായിരുന്നു. സമാപന ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ശ്രീകൃഷ്ണ കോളേജ് മുൻ കായിക വിഭാഗം മേധാവി പ്രൊഫസർ മീന രഘുനാഥ് എന്നിവർ മുഖ്യാതിഥികളായി. മുൻവർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീം ക്യാപ്റ്റൻ ജിജോ ജോസഫ് വിന്നേഴ്സ് ട്രോഫിയും ഇന്ത്യൻ താരം വിപിൻ മോഹൻ റണ്ണേഴ്സ് ട്രോഫിയും സമ്മാനിച്ചു. സർവകലാശാല സ്പോർട്സ് വിഭാഗം ഡയറക്ടർ സക്കീർ ഹുസൈൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 50-അംഗ ടീമിന്റെ പ്രഖ്യാപനം നടത്തി. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് MB ഫൈസൽ, ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ, കായിക വിഭാഗം അധ്യാപകൻ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. കടവല്ലൂർ അന്യോന്യത്തിന്റെ 3ാം ദിവസമായ തിങ്കളാഴ്ച ഇരു യോഗങ്ങളും മികച്ച രീതിയിൽ മന്ത്രാലാപനം പൂർത്തിയാക്കി. മുമ്പിലിരിക്കൽ നടത്തിയ തിരുനാവായ യോഗത്തിലെ ആതശ്ശേരി ഹരിനമ്പൂതിരി 3ാം അഷ്ടകം 4ാം അധ്യായം 10ാം വർഗത്തിലെ വൃഷഭം ചർഷണീനാം എന്നു തുടങ്ങി 10 ഹൃക്കുകൾ ഭംഗിയായി ചൊല്ലി. കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, നാരായണമംഗലത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ കൈകാണിച്ച് സഹായിച്ചു. 2ാം വാരമിരുന്ന തൃശൂർ യോഗത്തിലെ കാപ്ര സായൻ നമ്പൂതിരി 3ാം അഷ്ടകം 1ാം അധ്യായം 7ാം വർഗത്തിലെ തോമഗ്നെ മനീഷിന എന്നു തുടങ്ങി 10 ഹൃക്കുകൾ ഭംഗിയായി ചൊല്ലി. തിരുമുക്ക് പരമേശ്വരൻ നമ്പൂതിരി, കപ്ലിയങ്ങാട് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൈകാണിച്ച് സഹായിച്ചു. തിരുനാവായ യോഗത്തിലെ ചിറ്റശ്ശേരി മൂത്തേടം ജയകൃഷ്ണൻ നമ്പൂതിരി, സതീഷ് ദേശ്മുഖ് എന്നിവർ രഥ പ്രയോഗിച്ചു. കേച്ചേരി MIC അലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ഉപജില്ലാ തലങ്ങളിൽ സ്കൂൾ ഗെയിംസ്, ശാസ്ത്രമേള എന്നിവയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഹാൻഡ്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ജില്ലാ ടീമിൽ അംഗമായിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥി NI അദ്നാനെയും സബ് ജില്ലാ ഹാൻഡ്ബോൾ മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ടീമിൽ അംഗങ്ങളായ വിദ്യാർത്ഥികളെയും സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന യോഗത്തിൽ PTA പ്രസിഡന്റ് PA സാദിഖ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സുമി റോസ് അനുമോദന സന്ദേശം നൽകി. സ്കൂൾ മാനേജർ KS മുഹമ്മദ് ബഷീർ ഉപഹാര സമർപ്പണം നടത്തി. പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ്, മാനേജ്മെന്റ് പ്രതിനിധികളായ അബ്ദുറഹ്മാൻ ഹാജി, PK പരീദ്, PTA എക്സിക്യൂട്ടീവ് അംഗമായ നൌഷാദ് പട്ടിക്കര, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ CM ബിജു, അധ്യാപകരായ രാഹുൽ ബാബു, PT കിറ്റോ, VK ഷിജോ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ അണിനിരന്ന ആഹ്ലാദ പ്രകടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ NI അദ്നാനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മറ്റു പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ് കേച്ചേരി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളത്തേരി നീണ്ടൂർ പാടശേഖരത്തിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളി. വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലാണ് വൻതോതിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിട്ടുള്ളത്. കർഷകരും നാട്ടുകാരും കന്നുകാലികളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തോടാണിത്. മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. മാലിന്യം കരാറെടുക്കുന്ന മാഫിയ സംഘമാണ് ഇതിനു പുറകിലെന്ന് നാട്ടുകാർ പറയുന്നു. വേലൂർ കുറുമാൽ ഭഗവതി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം നാടിന് സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വത്തിന്റെ കീഴിലെ വേലൂർ കുറുമാൽ ഭഗവതി ക്ഷേത്രത്തിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തീർത്ഥക്കുളത്തിന്റെ സമർപ്പണവും ഭക്തജന സംഗമവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് മുരളി പെരുവഴിക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ അവണപ്പറമ്പ് മന മോഹനൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
സമർപ്പണത്തിന്റെ മുന്നോടിയായി തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷ പൂജയിലൂടെ കുളം പവിത്രീകരിച്ചു. തുടർന്ന് സപ്താഹാചാര്യൻ ശ്രീധരൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചനയും ഉണ്ടായിരുന്നു. തീർത്ഥക്കുളം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ തിലകൻ മുതുവീട്ടിൽ, പ്രശാന്ത് പെരുവഴിക്കാട്ട്, ദേവീക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ, കറുവത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ നമസ്കാര മണ്ഡപം എന്നിവയുടെ മരപ്പണിക്ക് നേതൃത്വം നൽകിയ ബാലകൃഷ്ണൻ ആചാരി ഉൾപ്പെടെയുള്ള ജോലിക്കാരെയും ക്ഷേത്രസമിതിയുടെ മുൻ ഭാരവാഹികളെയും ദേവസ്വം ബോർഡ് അധികാരികൾ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. ക്ഷേത്രസമിതി മെമ്പർ സത്യൻ ചൂണ്ടപ്പുരയ്ക്കൽ സ്വാഗതവും ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി യദുകൃഷ്ണൻ പുളിഞ്ചേരി നന്ദിയും പറഞ്ഞു. വിജയൻ പട്ട്യാത്ത്, ഗോപി മമ്പറമ്പത്ത്, രാജേഷ് മാക്കേത്ത്, ശ്യാം ചീരോത്ത്, അനിൽ നെല്ലിക്കൽ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. CCTV ന്യൂസ്, വേലൂർ. എരുമപ്പെട്ടി തോന്നലൂരിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിയെ എറണാകുളത്ത് നിന്നും കണ്ടെത്തി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ 16-കാരനെയാണ് കഴിഞ്ഞ 14-ാം തീയതി വ്യാഴാഴ്ച മുതൽ കാണാതായത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയതായിരുന്നു. പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് എറണാകുളത്ത് നിന്നും കണ്ടെത്തിയത്. എറണാകുളത്തെ ഹോട്ടലിൽ ജോലി അന്വേഷിച്ചെത്തിയപ്പോൾ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കിയ ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയെ പിന്നീട് എരുമപ്പെട്ടി പോലീസ് എത്തി നാട്ടിലെത്തിച്ചു. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. അതേസമയം നിലവിലെ പദ്ധതിയനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് കിഫ്ബിയുടെ കണ്ടെത്തൽ. വടക്കാഞ്ചേരി കേച്ചേരി പുഴ സംരക്ഷണത്തിനായി 2019 പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായാണ് മുട്ടിക്കൽ ചിറയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിലവിലെ പാലം കാലപ്പഴക്കത്താൽ കൈവരികളും കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും തകർന്ന് അപകടാവസ്ഥയിലാണ്. പാലത്തിന്റെ വീതി കുറവും പാലത്തിനോട് ചേർന്നുള്ള കുഴിയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ആറ്റത്ര, കോട്ടപ്പുറം, കുമ്പളങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സംസ്ഥാന പാതയിലേക്ക് എളുപ്പമെത്താനുള്ള മാർഗമാണ് മുട്ടിക്കൽ പാലം. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടാവസ്ഥയിലുള്ള ഈ പാലത്തിലൂടെ കടന്നുപോകുന്നു. കിഫ്ബിയുടെ 25 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി കേച്ചേരി പുഴ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. $17 ലക്ഷം രൂപയാണ് മുട്ടിക്കൽ ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വകയിരുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ, ആറ്റത്ര പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്തുകയെന്നതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ. പദ്ധതിയിൽ മാറ്റം വരുത്തി നിലവിലെ പലക, ചീർപ്പ് തടയണമുണ്ടാക്കുവാനാണ് ആലോചന നടക്കുന്നത്. എന്നാൽ ഇത് വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നതാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. എന്തുതന്നെയായാലും പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസമെടുക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ കുറുമാൽ ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശേഷാൽ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷീരസംഘം പ്രസിഡന്റ് KA മോഹനന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. SLPB തിരൂർ സർക്കിൾ വെറ്റിനറി സർജൻ ഡോക്ടർ രമ്യ പദ്ധതി വിശദീകരണം നടത്തി. തയ്യൂർ വെറ്റിനറി സബ് സെന്റർ AFO രാജീവൻ, PK ഹരിദാസ്, വെറ്റിനറി സർജൻ ഡോക്ടർ സ്വാതി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് 2024 സ്കൈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. നർത്തകിയും അഭിനേത്രിയുമായ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഷിഫ്ന ഷെറിൻ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഇവർ പറഞ്ഞു, ഞാൻ എൻ്റെ 2ാം ക്ലാസ് തൊട്ടാണ് എൻ്റെ കലാജീവിതം തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും യെസ് പറയാനുള്ള കഴിവ്. എന്ത് ചോദിച്ചാലും എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് പറയാൻ പറ്റണം നമുക്ക്. അപ്പം എന്നോട് എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്യണേ. എന്നോട് ചോദിച്ചു നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. ഞാൻ യെസ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്.
വന്നുകൂടും ജയമെന്നാൽ എന്നൂ നിർണയം തെയ് കൗരവന്റെ വാക്യമേവം കേട്ടു കൗതൂഹലം പൂണ്ടു. സ്കൂൾ പ്രിൻസിപ്പാൾ VS സുമ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ RP സിദ്ദിഖ്, അക്കാദമിക് കോർഡിനേറ്റർ സതീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. വൈസ് പ്രിൻസിപ്പാൾ KR അനിൽ, PTA പ്രസിഡന്റ് സതീഷ് ബാബു, മദർ PTA പ്രസിഡന്റ് പ്രജിത, KG വിഭാഗം കോർഡിനേറ്റർ റംസിയ സെയ്ദലവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വർണ്ണാഭമായ വിവിധ മത്സരങ്ങൾ അരങ്ങേറി. പണമെല്ലാം കരുതി വെച്ചു കാതുകുത്താത്തൊരു പൊന്നുമോൾ. ജേതാക്കളായ കുരുന്നു പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും നടന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. CPM ചാവക്കാട് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NK അക്ബർ MLA, AH അക്ബർ, ഷീജ പ്രശാന്ത്, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം മുൻ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവയ്ക്ക് പുറമെ ദീർഘകാല INTUC നേതാവുമായിരുന്ന MS വിജയന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചിറ്റണ്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് TN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിന് വാർഡ് പ്രസിഡന്റ് സതീഷ് ഇടമന അധ്യക്ഷത വഹിച്ചു. PS സുനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. അജു നെല്ലുവായ്, ഗോപിനാഥ്, സുന്ദരൻ ചിറ്റണ്ട, ശ്യാംജി, ഫൈസൽ ചിറ്റണ്ട, അസീസ്, മുസ്തഫ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കുന്നംകുളം ബദനി കോൺവെന്റിന് മികച്ച നേട്ടം. പ്രവൃത്തി പരിചയമേളയിൽ സ്കൂൾ ലീഡറായ PR രാജരാജേശ്വരി A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഗണിതമേളയിൽ 5 വിദ്യാർത്ഥികളും IT മേളയിൽ 1 വിദ്യാർത്ഥിയും A ഗ്രേഡ് നേടി. വിദ്യാലയത്തിന്റെ അഭിമാനമായി. ആതിര ദിനേശൻ, ശ്രീലക്ഷ്മി VP, നിവേദിത MR, ആര്യലക്ഷ്മി VR, കൃഷ്ണനന്ദ NB, ആഗ്നസ് രാജ് എന്നീ വിദ്യാർത്ഥികളാണ് വിജയം കൊയ്തത്. മാനേജ്മെന്റ്, PTA, MPTA, OSA എന്നിവർ വിജയികളെ അനുമോദിച്ചു. ദുരന്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പുന്നയൂരിന് ഇനി സ്വന്തം സന്നദ്ധ സേന. സേനയുടെ തുടർ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സേനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ദ്വിദിന പരിശീലനം നവംബർ 21-22 തീയതികളിൽ നടക്കും. സംസ്ഥാന യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെയും സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റിന്റെയും പഞ്ചായത്ത് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ യുനിസെഫിന്റെ സഹായത്തോടെ പുന്നയൂർ പഞ്ചായത്തുമായി ചേർന്ന് കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനായുള്ള കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാം വ്യാഴാഴ്ച രാവിലെ 9:30 NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ആദ്യ ദിവസം രാവിലെ 9:30 രജിസ്ട്രേഷനും ഉദ്ഘാടന ചടങ്ങിനു ശേഷം സംസ്ഥാന പ്രോജക്ട് കോർഡിനേറ്റർ ബിബിൻ ബേബി ക്ലാസ് നയിക്കും. വെള്ളിയാഴ്ച പഞ്ചായത്തുകളുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങളെക്കുറിച്ച് C ടോമി സംസാരിക്കും. അക്രം, എലിസബത്ത്, ഗോകുൽ, ബിബിൻ ബേബി എന്നിവരും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പരിശീലനം പൂർത്തിയാക്കുന്ന എല്ലാവരും സന്നദ്ധ തീരം എന്ന പേരിലുള്ള ക്യാമ്പയിനിലെ അംഗങ്ങളാകും. പഞ്ചായത്തിലെയും തീരദേശ പ്രദേശങ്ങളിലെയും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് പ്രധാന ദൗത്യം. പദ്ധതിക്ക് തുടർ പ്രവർത്തനങ്ങളുണ്ടാകും. വാർഡ് തലത്തിൽ 10 പേർ അടങ്ങുന്ന 60 പേർക്കാണ് പരിശീലനം നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷമീം അഷ്റഫ്, AK വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലീന നാസർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. ഉത്തർപ്രദേശിൽ നവജാത ശിശുക്കൾ വെന്തുമരിച്ച സംഭവം ബാലസംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ ടാക്സി പാർക്കിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ ബാലസംഘം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യശ്വന്ത് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം നീലിമ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അമീൻ സ്വാഗതവും കൺവീനർ രമേശ് ചൂണ്ടൽ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. നവംബർ 23 മുതൽ ഡിസംബർ 2 വരെയാണ് കേരളോത്സവം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി.
വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് ബിനു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, പഞ്ചായത്ത് പരിധിയിലെ സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നവംബർ 23 മുതൽ ഡിസംബർ 2 വരെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് 15 വയസ്സ് മുതൽ 40 വയസ്സുവരെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കലാകായിക മത്സരങ്ങൾ അരങ്ങേറും. സംഘാടക സമിതി ഭാരവാഹികളായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ രക്ഷാധികാരികളും, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ചെയർമാനും സെക്രട്ടറി KE ഉണ്ണി ജനറൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടത്തി. ഞായറാഴ്ച MK വാസുനഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം നടന്ന ചർച്ചയിൽ പുതിയ കമ്മിറ്റി രൂപീകരണവും നടന്നു. ലോക്കൽ സെക്രട്ടറിയായി VK ബാബുരാജിനെ വീണ്ടും തെരഞ്ഞെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നും വാളണ്ടിയർ മാർച്ചോടെ ആരംഭിച്ച പ്രകടനം ചിറക്കൽ KK അപ്പുകുട്ടൻ KS സുബ്രു നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും വടക്കാഞ്ചേരി MLAയുമായ സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ് സ്വാഗതം പറഞ്ഞ യോഗത്തിന് ലോക്കൽ കമ്മിറ്റി അംഗം AJ സ്റ്റാൻലി നന്ദി പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫരീദ ജെ ചടങ്ങിന് അധ്യക്ഷയായി. കോളേജ് മാഗസിൻ പ്രകാശനവും റേഡിയോ ക്ലബ്, IEDC ക്ലബ് തുടങ്ങിയവയുടെ ലോഗോ പ്രകാശനവും കളക്ടർ നിർവഹിച്ചു. മൂല്യവത്തായ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം വ്യക്തിഗത വികസനത്തിന് ഏറെ പങ്കുവഹിക്കുമെന്നും ക്യാമ്പസ് പുരോഗമന പ്രവർത്തനങ്ങൾക്ക് യൂണിയൻ ഇടപെടലുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ചുമതലയേറ്റ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾക്ക് ആശംസയും നേർന്നു. ചടങ്ങിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഫിറോസ് EM, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആരിഫ് TA, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ഉദ്ഘാടനത്തോടൊപ്പം ഇൻഡക്ഷൻ ചടങ്ങും നടന്നു. കോളേജ് ചെയർപേഴ്സൺ പവിത്ര പ്രദീപ്, വൈസ് ചെയർപേഴ്സൺ ആമിന ഷാജി, സജന തുടങ്ങിയവരടങ്ങിയ 9 അംഗ യൂണിയനും അസോസിയേഷൻ സെക്രട്ടറിമാരും ക്ലബ്ബ് സെൽ അംഗങ്ങളും ചുമതലയേറ്റു. CCTV ന്യൂസ് പെരുമ്പിലാവ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് താലൂക്ക് പ്രസിഡന്റ് PK സത്യൻ ഉദ്ഘാടനം ചെയ്തു. VB കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതന കുടിശ്ശിക ഉടൻ അനുവദിക്കുക, വേതന പാക്കേജ് പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ മുഴുവനായും വിതരണം ചെയ്യുക, ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവ ഭത്ത ഉടൻ വിതരണം ചെയ്യുക, റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. KD വീരമണി, VB പ്രേംദാസ്, മധുസൂദനൻ, ഉമ്മർ മുക്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. KS ജോസ് സ്വാഗതവും CV രാജീവ് നന്ദിയും പറഞ്ഞു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് EF സണ്ണി അധ്യക്ഷനായി. ക്യാമ്പ് കൺവീനർ അലക്സ് ജോസ് K, തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി പബ്ലിക് റിലേഷൻ ഓഫീസർ PB ബിജേഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ട്രിനിറ്റി കണ്ണാശുപത്രിയിലെ ഡോക്ടർ സലിൽ സോമരാജ് ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. 150ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നും 50ഓളം പേരെ തുടർ ചികിത്സയ്ക്കായി ട്രിനിറ്റി കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ക്യാമ്പിന് പള്ളി ട്രസ്റ്റി ജോൺസൺ കാക്കശ്ശേരി, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ്, ട്രഷറർ CJ ബാബു, ക്യാമ്പ് ജോയിന്റ് കൺവീനർ EL ജെയിംസ്, മറ്റു ഭാരവാഹികൾ, സംഘടനാ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാലയും ക്ഷീരസംഘവും കിടങ്ങൂർ ദേശം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും സംയുക്തമായി കൊട്ടാരപ്പാട്ട് പാറയിൽ അനിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗത്തിൽ ജ്ഞാനോദയം ഗ്രന്ഥശാല രക്ഷാധികാരി വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ഉദ്ഘാടനം ചെയ്തു. സുഹൃത്ത് സോമൻ ചെറുകുന്ന്, കടങ്ങോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS സത്യൻ, പോർക്കുളം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നാരായണൻ, ജ്ഞാനോദയം ഗ്രന്ഥശാല സെക്രട്ടറി വിഷ്ണു കിടങ്ങൂർ, പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. പരമേശ്വരൻ ഈച്ചരത്ത്, ജമാൽ, ഋഷി, ജഗദീപ്, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് സുബിഷ, ജോയിന്റ് സെക്രട്ടറി അൻഷിദ് എന്നിവർ നേതൃത്വം നൽകി. ചലച്ചിത്ര മേഖലയിൽ അസോസിയേറ്റ് ഡയറക്ടറും സാമൂഹിക പ്രവർത്തകനുമായ കൊട്ടാരപ്പാട്ട് പാറയിൽ അനിൽ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. പുന്നൂർക്കുളം പരൂർ ശിവക്ഷേത്രത്തിൽ 21ാമത് മുഴുവൻ വിളക്കും അന്നദാനവും നടന്നു.
വൃശ്ചികം 3 തിങ്കളാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടുകൂടി ദേശവിളക്ക് ആഘോഷം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടായിരുന്നു. മേൽശാന്തി രവീന്ദ്രൻ തിരുമേനി നേതൃത്വം നൽകി. ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനവും ഒരുക്കിയിരുന്നു. രഞ്ജിത്ത് ഗുരുവായൂർ പാചകത്തിന് നേതൃത്വം നൽകി. വൈകിട്ട് 6 മണിക്ക് ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലമെടുത്ത മാളികപ്പുറങ്ങളുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആറ്റുപുറം വഴി രാത്രി 9:30 ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കല്ലൂർ ബാലകൃഷ്ണനും സംഘവും ചെണ്ടമേളത്തിന് നേതൃത്വം നൽകി. പൊലിപ്പാട്ട്, പുലർച്ചയ്ക്ക് മാഞ്ചിറ ക്ഷേത്രത്തിൽ നിന്നും പാൽക്കുടം എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരുന്നു. മരത്തങ്കോട് മഠാധിപതി ജ്യോതി പ്രകാശും സംഘവും വിളക്കുപാട്ടിക്ക് നേതൃത്വം നൽകി. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ കരിപ്പോട്, സെക്രട്ടറി PA ബാബു, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പൊലിയത്ത്, സെക്രട്ടറി TV ശ്രീനിവാസൻ, ട്രഷറർ രാജൻ വെള്ളിക്കാട്ടിരി, മറ്റു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം. എരുമപ്പെട്ടി ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് സംഘടിപ്പിച്ചു. താലത്തിന്റെയും ഉടുക്കുവാദ്യത്തിന്റെയും അകമ്പടിയോടെ ധന്വന്തിരി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് യോഗ പന്തലിൽ എത്തിച്ചേർന്നു. ശിങ്കാരിമേളം, വിവിധ കലാരൂപങ്ങൾ എന്നിവയും അകമ്പടിയേകി. അന്നദാനത്തിന് ശേഷം വിളക്ക് യോഗം നടന്നു. ചങ്ങരംകുളം ചീയാനൂർ പാടത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ജാസ് ബാറിന് പുറകുവശത്ത് വയലിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ചൂണ്ടലിടാനെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടത്. ചങ്ങരംകുളം പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. വിപണി. നിങ്ങളുടെ സ്വപ്ന സഞ്ചാരങ്ങൾ സാക്ഷാത്കരിക്കാൻ പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നവീകരിച്ച ഐവേ സൊല്യൂഷൻ എന്ന സ്ഥാപനം പന്നിത്തടത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. മണ്ഡല മഹോത്സവത്തിന് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു. 41 ദിവസത്തെ മണ്ഡലത്തിന് ഡിസംബർ 27 വെള്ളിയാഴ്ച 10 ഉദയത്തോടെ സമാപനമാകും. പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം കാർമ്മികത്വം വഹിച്ചു. കലാമണ്ഡലം ശ്രീരാഗിന്റെ തായമ്പകയുമുണ്ടായി. മദ്ദളക്കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവയും കാഴ്ചക്കാർക്ക് ആവേശമായി. 41 ദിവസവും ശീവേലി എഴുന്നള്ളിപ്പും ഉണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ.
ചരമം പെങ്ങാമുക്ക് പടിഞ്ഞാറ്റുമുറി ചീരൻ മാത്തുണ്ണി മകൻ കുഞ്ഞൻ നിര്യാതനായി 77 വയസ്സായിരുന്നു. മുൻ കേബിൾ TV ഓപ്പറേറ്ററും പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പഴയപള്ളി മുൻ ട്രസ്റ്റിയുമായിരുന്നു പരേതൻ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയപള്ളി സെമിത്തേരിയിൽ നടക്കും. ലൂസി ഭാര്യയാണ്. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷെറിൻ, ഷൈൻ, ആശ എന്നിവർ മക്കളുമാണ്. കാട്ടകമ്പാൽ കരിയാമ്പ്ര പരേതനായ പള്ളിക്കര കൃഷ്ണൻകുട്ടി മകൻ ബാബു നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഉഷ ഭാര്യയും സുബീഷ്, സുബീന എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാല്യകൗമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങൾക്ക് തിരിതെളിഞ്ഞു. ഇനിയുള്ള 3 നാൾ കച്ചവട നഗരിയിലും ഗുരുഭവനപുരിയിലും ഉയരുക കലാമേളയുടെ ആരവങ്ങൾ. കുന്നംകുളം നഗരസഭ 10-ാം വാർഡ് പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരം. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. 3 പേർക്ക് സാരമായ പരിക്ക്. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരം നടത്തി. വ്യാപാരികളുടെ വേതനം 2 മാസമായി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സമരം നടത്തിയത്. പ്രതിഷേധക്കാർ വിവിധ സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും നടത്തി. കുന്നംകുളം പാറേമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് അപകടം. 2 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.